ആഗോള സൈനിക ഭൂപടത്തെയും യുദ്ധത്തിന്റെ സമവാക്യങ്ങളെയും പാടെ തിരുത്തി കുറിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. തങ്ങളുടെ ആയുധപ്പുരയിലേക്ക് 10,000 കുറഞ്ഞ ചെലവിലുള്ള ക്രൂയിസ് മിസൈലുകളും 12,000 ഹൈപ്പർസോണിക് ആയുധങ്ങളും അതിവേഗം എത്തിക്കാൻ അമേരിക്ക വമ്പൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത. ഒറ്റ നോട്ടത്തിൽ ഇതൊരു ആക്രമണം നീക്കമായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇറാൻ എന്ന പശ്ചിമേഷ്യൻ ശക്തിക്ക് മുന്നിൽ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകുന്നു എന്ന ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്രയും കാലം അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും കോടികൾ വിലമതിക്കുന്ന മിസൈലുകളുടെയും കരുത്തിൽ ലോകത്തെ ഭയപ്പെടുത്തിയ അമേരിക്ക ഇന്ന് തങ്ങളുടെ പരമ്പരാഗത ആയുധ ബലത്തേക്കാൾ എത്രയോ മുകളിലാണ് ഇറാന്റെ യുദ്ധതന്ത്രങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അത്യാധുനികമായ ഒരൊറ്റ മിസൈൽ നിർമ്മിക്കാൻ അമേരിക്ക വർഷങ്ങൾ കാത്തിരിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഭൂഗർഭ അറകളിൽ ഇറാൻ നിർമ്മിച്ചു കൂട്ടിയ 10,000 ഡ്രോണുകളുടെയും വില കുറഞ്ഞ മിസൈലുകളുടെയും വൻ ശേഖരം അമേരിക്കയുടെ പ്രതിരോധ കോട്ടകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. പണക്കൊഴുപ്പും ആധുനികതയും കൊണ്ട് മാത്രം ഇനി ഇറാന്റെ ഈ ആയുധക്കരുത്തിനെ നേരിടാൻ കഴിയില്ല എന്ന കടുത്ത ഭയമാണ് സ്വന്തം തന്ത്രങ്ങൾ പാടെ ഉപേക്ഷിച്ച് ഇറാന്റെ അതേ കുറഞ്ഞ ചെലവിലുള്ള കൂട്ട ഉൽപാദന മാതൃകയിലേക്ക് മാറാൻ ലോകശക്തിയായ അമേരിക്ക എന്ന് നിർബന്ധിതരാക്കിയിരിക്കുന്ന ഘടകം. എന്തായിരിക്കും അമേരിക്കയുടെ പുതിയ പദ്ധതി എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇറാനെ അമേരിക്ക പേടിച്ചു തുടങ്ങി എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അങ്ങനെയെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുമല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക തങ്ങളുടെ ആയുധപ്പുരയിൽ 10,000 കുറഞ്ഞ ചെലവിലുള്ള ക്രൂയിസ് മിസൈലുകളും 12,000 ഹൈപ്പർസോണിക് ആയുധങ്ങളും എത്തിക്കാൻ പോകുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. പെന്റഗൺ അതായത് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇതിനായിട്ട് ആൻഡുറിൽ, ലെയ്ഡോസ് തുടങ്ങിയ പ്രമുഖ പുതിയ പ്രതിരോധ കമ്പനികളുമായി വമ്പൻ കരാറുകളിൽ ഒപ്പുവെച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. മേൽക്കൈ നഷ്ടപ്പെടുമെന്ന ഭയമാണോ ഇതിന് പിന്നിലെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അതെ എന്ന് തന്നെ പറയേണ്ടതായി വരും. പല കാലങ്ങളായി അമേരിക്ക പിന്തുടർന്നു പോന്ന യുദ്ധതന്ത്രങ്ങളിൽ വൻ പ്രതിസന്ധിയിലാണ് സമീപകാല സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇറാന് മുന്നിൽ അമേരിക്കയ്ക്ക് തോൽവി സമ്മതിക്കേണ്ടതായി വന്നു. എന്തുകൊണ്ട് പെട്ടെന്നുള്ള ഈ മാറ്റം? ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ അടുത്ത കാലത്ത് ഇറാനുമായി ഉണ്ടായ കടുത്ത സൈനിക സംഘർഷങ്ങൾ തന്നെയാണ്. അമേരിക്ക തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തിയ സൈനിക നീക്കങ്ങളിൽ ആയുധങ്ങൾ തീർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നേരിട്ടത്. ഇതാണ് അമേരിക്കയെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകം. അതുമല്ല, സാമ്പത്തിക നഷ്ടവും അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇറാൻ ഉപയോഗിക്കുന്നത് വളരെ വില കുറഞ്ഞ ഡ്രോണുകളും അതായത് ഷഹീദ് ഡ്രോണുകളൊക്കെ പോലെയുള്ള ലളിതമായ മിസൈലുകളാണ്. എന്നാൽ ഇവയെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതോ കോടിക്കണക്കിന് രൂപ വില വരുന്ന പേട്രിയറ്റ്, താഡ് തുടങ്ങിയ പ്രതിരോധ മിസൈലുകളും. ഉദാഹരണത്തിന് ഇറാന്റെ കുറഞ്ഞ ചെലവിലുള്ള ഒരു ഡ്രോണിനെ തകർക്കാൻ ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള മിസൈൽ ഉപയോഗിക്കേണ്ടി വരുന്നത് സാമ്പത്തികമായി അമേരിക്കയ്ക്ക് വലിയ ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. മാത്രവുമല്ല, ഉക്രൈനിലേക്കും ഇസ്രായേലിലേക്കും ആയുധങ്ങൾ വൻതോതിൽ കയറ്റി അയച്ചതും ഇറാനുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളും കാരണം അമേരിക്കയുടെ ആയുധ ശേഖരം വളരെ വേഗത്തിലാണ് കുറഞ്ഞു പോയത്. ലോകത്തിലെ ഏറ്റവും അത്യാധുനികവും പ്രഹരശേഷിയുള്ളതുമായ ആയുധങ്ങൾ കൈവശമുള്ളത് തങ്ങൾക്കാണ് എന്ന വലിയ അഹങ്കാരത്തിലായിരുന്നു ദശാബ്ദങ്ങളായി അമേരിക്ക കഴിഞ്ഞത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആഗോളതലത്തിലുണ്ടായ യുദ്ധങ്ങളും പ്രാദേശിക സംഘർഷങ്ങളും അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗണ് വലിയൊരു തിരിച്ചറിവാണ് നൽകിയത് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. അത്യാധുനികമായ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നിട്ടും ഒരു യഥാർത്ഥ യുദ്ധം ഉണ്ടായാൽ ആയുധങ്ങൾ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിച്ചു നൽകാൻ തങ്ങളുടെ നിലവിലെ സംവിധാനങ്ങൾക്ക് കഴിവില്ല എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് അമേരിക്ക ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധിയുടെ ആഴവും അതിനെ മറികടക്കാൻ അമേരിക്ക സ്വീകരിക്കുന്ന പുതിയ തന്ത്രങ്ങളും നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ ഏറ്റവും വിശ്വസ്തവും മാരകവുമായ ദീർഘദൂര മിസൈലുകളിൽ ഒന്നാണ് ടൊമാഹോക്ക്. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ ഇവയ്ക്ക് സാധിക്കും. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പുതിയ ടൊമാഹോക്ക് മിസൈൽ നിർമ്മിച്ച് സൈന്യത്തിന് കൈമാറണമെങ്കിൽ ഏകദേശം 47 മുതൽ 48 മാസം വരെ, അതായത് 4 വർഷത്തോളമാണ് സമയമെടുക്കുന്നത്. പെട്ടെന്നൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ മിസൈലുകൾ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ടാണ് തീർന്നു പോകുന്നത്. ഉദാഹരണത്തിന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിലും ആയിരക്കണക്കിന് മിസൈലുകളാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇല്ലാതായി പോകുന്നത്. അതായത് എല്ലാം വിനിയോഗിക്കപ്പെടുകയാണ്, പക്ഷെ അത് ഇല്ലാതാവുകയാണല്ലോ ചെയ്യുന്നത്. യുദ്ധമുഖത്ത് മിസൈലുകൾ അതിവേഗം തീർന്നു പോകുമ്പോൾ അവയ്ക്ക് പകരമുള്ളവ നിർമ്മിച്ചെടുക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നത് ഏത് വൻ ശക്തിയെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ലോക്ഹീഡ് മാർട്ടിൻ, റേത്തിയോണ് തുടങ്ങിയ അമേരിക്കയിലെ പരമ്പരാഗത വൻകിട പ്രതിരോധ കമ്പനികൾക്ക് പെന്റഗൺ ആവശ്യപ്പെടുന്ന വേഗതയിൽ ആയുധങ്ങൾ നിർമ്മിച്ചു നൽകാൻ സാധിക്കുന്നില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.
സങ്കീർണമായ സപ്ലൈ ചെയിൻ പ്രശ്നങ്ങളും വിദഗ്ധ തൊഴിലാളികളുടെ കുറവും കർശനമായ ഗുണനിലവാര പരിശോധനകളുമാണ് ഈ കാലതാമസത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അമേരിക്ക നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി സാമ്പത്തികമാണ്. ഇറാൻ, യമനിലെ ഹൂത്തികൾ തുടങ്ങിയവർ ഉപയോഗിക്കുന്നത് വളരെ വില കുറഞ്ഞതും ലളിതവുമായ ഡ്രോണുകൾ, മിസൈലുകളുമാണ്. ഏതാനും ലക്ഷം രൂപ മാത്രം ചിലവഴിച്ച് നിർമ്മിക്കുന്ന ഈ ഷഹീദ് ഡ്രോണുകളെയും മറ്റ് ആയുധങ്ങളെയും അന്തരീക്ഷത്തിൽ വെച്ച് തകർക്കാൻ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് കോടിക്കണക്കിന് രൂപ വില വരുന്ന പാട്രിയോട്ട്, താഡ് തുടങ്ങിയ പ്രതിരോധ മിസൈലുകളാണ്. ഇത് വലിയ സാമ്പത്തിക ബാധ്യത അവർക്കുണ്ടാക്കുന്നു. ശത്രുവിന്റെ 1 ലക്ഷം രൂപയുടെ ഡ്രോൺ നശിപ്പിക്കാൻ വേണ്ടി അമേരിക്ക 20-30 കോടി രൂപയുടെ മിസൈലുകൾ വിക്ഷേപിക്കേണ്ടി വരികയാണ് ഇവിടെ. ഈ അസമത്വം ഇങ്ങനെ തുടർന്നു പോയാൽ ഏതൊരു വലിയ സമ്പദ് വ്യവസ്ഥയും അത് തകർക്കും. തങ്ങളുടെ അത്യാധുനിക മിസൈലുകളുടെ ശേഖരം അതിവേഗം ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഇതിനകം തന്നെ ഉക്രൈനിലേക്കും ഇസ്രായേലിലേക്കും വൻതോതിൽ ആയുധങ്ങൾ കയറ്റി അയച്ചതിനാൽ തങ്ങളുടെ സ്വന്തം സുരക്ഷ അപകടത്തിലാണ് എന്നും അമേരിക്കൻ സൈനിക മേധാവികൾ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. വില കുറഞ്ഞ കൂട്ട ഉൽപാദനത്തിലേക്കാണ് ഇപ്പോൾ അവർ തിരിയുന്നത്. പരമ്പരാഗത രീതികളിൽ നിന്നുകൊണ്ട് ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന് ഉറപ്പായതോടെയാണ് അമേരിക്ക തങ്ങളുടെ ആയുധ നയം പൂർണ്ണമായി മാറ്റാൻ ഇവിടെ തീരുമാനിച്ചത്. കോടിക്കണക്കിന് രൂപ വില വരുന്ന കുറച്ച് അത്യാധുനിക മിസൈലുകൾക്ക് പകരം വില കുറഞ്ഞതും എന്നാൽ വേഗത്തിൽ ലക്ഷക്കണക്കിന് എണ്ണം നിർമ്മിക്കാൻ കഴിയുന്നതുമായ ആയുധങ്ങളിലേക്ക് അമേരിക്കൻ സൈന്യം ഇപ്പോൾ ശ്രദ്ധ തിരിക്കുകയാണ്. ഇതിനായിട്ട് ആൻഡുറിൻ, കസ്റ്റേലിയൻ, ലെയ്ഡോസ് തുടങ്ങിയ സിലിക്കൺ വാലി മാതൃകയിലുള്ള പുതിയ തലമുറ പ്രതിരോധ കമ്പനികളെയാണ് പെന്റഗൺ ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഈ പുതിയ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ ചില പ്രധാന സവിശേഷതകൾ കൂടി ഞാൻ പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തത് ബാരാക്കുഡ മിസൈലുകളാണ്. ആൻഡുറിൻ കമ്പനി വികസിപ്പിച്ച ഈ ക്രൂയിസ് മിസൈലുകൾ സാധാരണ വിപണിയിൽ ലഭ്യമാകുന്ന വാണിജ്യ ഘടകങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. സങ്കീർണമായ ലബോറട്ടറികൾക്ക് പകരം സാധാരണ ടൂളുകൾ ഉപയോഗിച്ച് വെറും 30 മണിക്കൂർ കൊണ്ട് ഒരു മിസൈൽ അസംബിൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന്റെ നിർമ്മാണ ചെലവ് പരമ്പരാഗത മിസൈലുകളുടെ ചെറിയൊരു ശതമാനം മാത്രമാണ് വരുന്നത്. ഇനി കണ്ടെയ്നറൈസ്ഡ് മിസൈലുകളാണ്. അതായത് സാധാരണ ചരക്കു ലോറികളോ കപ്പലുകളോ ഉപയോഗിക്കുന്ന ഷിപ്പിംഗ് കണ്ടെയ്നറുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കാവുന്ന ലോ കോസ്റ്റ് മിസൈൽ ലോഞ്ചറുകളാണ് ഇവ. ശത്രുക്കളുടെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾക്ക് ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. എവിടെ വേണമെങ്കിലും വളരെ വേഗത്തിലും രഹസ്യമായും ഇവ എത്തിക്കാനും സാധിക്കും. അടുത്തത് ബ്ലാക്ക് ബേർഡ് ഹൈപ്പർസോണിക് മിസൈലുകളാണ്. കസ്റ്റേലിയൻ കമ്പനിയുമായി ചേർന്ന് അമേരിക്ക നിർമ്മിക്കുന്ന ഈ മിസൈലുകൾ വളരെ വേഗത്തിൽ ശത്രുതാ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുമെങ്കിലും ഇവയുടെ നിർമ്മാണ പ്രക്രിയ വളരെ ലളിതമായിരുന്നതിനാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ ഇവ സാധിക്കും. അമേരിക്ക ഇവിടെ ലക്ഷ്യമിടുന്നത് ഇറാനെ മാത്രമല്ല, ചൈനയെ കൂടിയാണ്. അതായത് നിലവിൽ ഇറാനുമായും മിഡിൽ ഈസ്റ്റിലുള്ള സംഘർഷങ്ങളുമാണ് ഈ തന്ത്രപരമായ മാറ്റത്തിന് പെന്റഗണിനെ പ്രേരിപ്പിച്ചത് എങ്കിലും അമേരിക്കയുടെ യഥാർത്ഥ കണ്ണ് ചൈനയ്ക്ക് മേലാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. തായ്വാൻ കടലിടുക്കിൽ ചൈനയുമായി ഒരു നേരിട്ടുള്ള യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ചൈനയുടെ വൻ സൈനിക വ്യൂഹത്തെയും കപ്പലുകളെയും നേരിടാൻ അമേരിക്കയ്ക്ക് ആയിരക്കണക്കിന് മിസൈലുകൾ ദിവസങ്ങൾക്കുള്ളിൽ ആവശ്യമായിട്ട് വരും. ചൈന തങ്ങളുടെ വ്യവസായ ശാലകൾ ഉപയോഗിച്ച് അതിവേഗം ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുമ്പോൾ അമേരിക്കയ്ക്ക് തങ്ങളുടെ ആയുധങ്ങൾക്കായി വർഷങ്ങൾ കാത്തിരിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വൻ ശക്തി യുദ്ധത്തിൽ എണ്ണം കൊണ്ട് ചൈനയെ മറികടക്കുക എന്നതാണ് അമേരിക്കയുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഗുണമേന്മയ്ക്ക് മാത്രം മുൻഗണന നൽകിയിരുന്ന അമേരിക്ക പ്രതിരോധ മേഖല ഇനി മുതൽ ഗുണമേന്മയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രൊഡക്ഷനും എന്ന പുതിയ തത്വത്തിലേക്ക് മാറുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. വേഗത്തിൽ ഫാക്ടറിയിൽ നിന്ന് യുദ്ധക്കളത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം അമേരിക്ക ഇപ്പോൾ പൂർണ്ണമായും ഉൾക്കൊണ്ടു കഴിഞ്ഞു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ മാറ്റമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി ഇറാന്റേതാണ്. കാരണം ഇറാൻ ആണല്ലോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചെലവിൽ വലിയ മിസൈലുകൾ നിർമ്മിച്ചത്. ആ മിസൈലുകൾ അമേരിക്കയുടെ താഡ്, പാട്രിയോട്ടിക് സംവിധാനങ്ങൾ വരെ തകർത്തെറിയുകയും ചെയ്തു. ഇതൊരു പുതിയ പാഠം തന്നെയാണ് ഇറാന്റെ മണ്ണിൽ നിന്ന് അമേരിക്ക പഠിച്ചെടുത്ത പാഠം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.